Hi guys, me myself Anish Sunil from S3 BCA. Today I'm gonna talk about Java Basic Tokens. Java Basic Tokens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു കോഡിംഗ് ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോഗ്രാം ലാംഗ്വേജ് ജാവ നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ജാവ ലാംഗ്വേജിൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ആ കോഡ് എങ്ങനെ നമുക്ക് എഴുതാം, ആ കോഡ് നമുക്ക് നല്ല രീതിയിൽ എഴുതാം, അതിനെപ്പറ്റിയുള്ളൊരു ടോപ്പിക്കാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ടോക്കൺസ്. ഇന്നത്തെ കണ്ടൻസ് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ കണ്ടൻസ് ടോക്കൺസ് ആണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്, നമ്മുടെ ഇന്നെടുക്കാൻ പോകുന്ന വിഷയം, ടോപ്പിക്. അതിനകത്ത് വരുന്നതാണ് കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, ഓപ്പറേഷൻസ്. പിന്നെ ഓപ്പറേഷൻസ് അകത്ത് വരുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ് അരിത്തമെറ്റിക്, റിലേഷണൽ, ബിറ്റ് വൈസ്, ലോജിക്കൽ, അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ്. അത് കഴിഞ്ഞ് നമുക്ക് സ്പെഷ്യൽ സിംബൽസ്, പിന്നെ സെപ്പറേറ്റേഴ്സ്. അത് നമുക്ക് ടോക്കൺസ് എന്താണെന്ന് നോക്കാം. ടോക്കൺസ് ആർ സ്മോളസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് എ പ്രോഗ്രാം വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ കമ്പൈലർ. നമ്മുടെ കമ്പൈലർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില സ്മോൾ കീവേഡ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സിനെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഈ ടോക്കൺസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ശരിക്കും നടക്കുകയുമില്ല. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല എററും വരും. അപ്പം നമുക്ക് ടോക്കൺസ് 6 ഇവിടെ തിരിച്ചിട്ടുണ്ട്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ സിംബിൾസ്, സെപ്പറേറ്റേഴ്സ്. നമുക്കറിയാം, നമുക്ക് പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് ഇപ്പം കുറച്ചുകൂടെ നേരത്തെ അറിയായിരിക്കും. നമുക്കറിയാം, ഇത് നേരത്തെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് പരിചയം കാണും. അപ്പോൾ ആദ്യം നമുക്ക് കീവേഡ്സ് എന്താണെന്ന് നോക്കാം. കീവേഡ്സ് ആർ പ്രീഡിഫൈൻഡ് ഓർ റിസർവ്ഡ് വേർഡ്സ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്കറിയാം, കീവേഡ്സ് എന്ന് പറയുന്നത് ഈ ജാവ ലാംഗ്വേജിൽ നമ്മൾ ഇൻബിൽട്ടായിട്ട് അതിനകത്തുള്ള കുറച്ച് വേർഡ്സാണ് കീവേഡ്സ്. അതായത് പ്രോഗ്രാമിനകത്ത് നമുക്ക് അറിയാം, അത് ഇൻബിൽട്ടാണ്. ആ വേർഡ്സ് നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആ കീവേഡ്സ് നമുക്ക് പല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കും. ഈച്ച് ആൻഡ് എവരി ഓപ്പറേഷൻസ്. എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു വേർഡ്, ഒരു നമ്പർ അസൈൻ ചെയ്യണമെന്ന് വിചാരിക്കും പ്രോഗ്രാമിൽ. അപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് ഇൻറ്റ് എ = 10. അവിടെ ഇൻറ്റ് എന്ന് പറയുന്നതിനെയാണ് ഇവിടെ കീവേഡ് എന്ന് പറയുന്നത്. ഇൻറ്റ് എന്ന് പറയുന്നത് ആ നമ്പർ സേവ് ചെയ്യാനുള്ളൊരു സ്പേസിനെയാണ് എ എന്ന് പറയുന്നത്. ആ എ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കീവേഡ് കൊടുത്തേ മതിയാവും. അതാണ് ജാവ പ്രോഗ്രാം നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇൻറ്റാണ് നമ്പറിന് വേണ്ടി കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ക്യാരക്ടറിന് വേണ്ടി കൊടുക്കാനാണ് ക്യാർ കൊടുക്കാം, CHAR B അങ്ങനെ കൊടുക്കാം. അല്ലാതെ ഫ്ലോട്ട് ഉണ്ട്, അതായത് ഡെസിമൽ നമ്പേഴ്സിനൊക്കെ ഫ്ലോട്ടാണ് നല്ലത്. അത്തരം കുറേ കീവേഡ്സ് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അബ്സ്ട്രാക്റ്റ്, അസർട്ട്, ബൂളിയൻ, ബ്രേക്ക്, അതൊക്കെ ഓരോ തരം കീവേഡുകളാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൺ കീവേഡ്സ് യൂസ്ഡ് ഇൻ ജാവ പ്രോഗ്രാം. സർട്ടൺ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്, ക്ലാസ്, ഇൻറ്റ്, ഇഫ്, ന്യൂ, ക്യാർ. അത് ഓരോന്നും ഓരോ കീവേഡ്സാണ് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്നത്. ഇൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്രേക്ക് ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകാനാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അതൊക്കെ പ്രോഗ്രാമിനകത്ത് മെയിനായിട്ടും വേണ്ടതാണ്. അത് വെച്ചില്ലെങ്കിൽ എറർ ഉണ്ടാവും. പിന്നെ ക്ലാസ് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈഫ് ലൂപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈഫ്. പിന്നെ ജാവ ന്യൂ കീവേഡൊക്കെ, ന്യൂ ഒബ്ജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ ഉപയോഗിക്കും. പിന്നെ ക്യാർ ഞാൻ പറഞ്ഞു, ക്യാറ്ററിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസസ്. ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസേഴ്സ് എന്താണോ കൊടുക്കുന്നത് അതാണ് ഐഡൻറ്റിഫയേഴ്സ്. ഇപ്പം ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇൻറ്റ് എ = 10. അതിനകത്തിലെ എ എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് ഐഡൻറ്റിഫയർ. നമ്മൾ ഇഷ്ടമുള്ള കൊടുക്കുന്നത് അതാണ് ഐഡൻറ്റിഫയർ. അത് പക്ഷേ കീവേഡ് ആകാൻ പറ്റില്ല. കീവേഡ് ആയിക്കഴിഞ്ഞാൽ എററാവും. ഇപ്പം ഇൻറ്റ് എ = 10
ഇൻറ്റ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഇൻറ്റ് എ ബി ഏത് വേണമെങ്കിലും കൊടുക്കാം. ABC ആണെങ്കിൽ AB എന്ന് കൊടുക്കാം. അതൊക്കെ യൂസറിൻ്റെ ഇഷ്ടമാണ്. അതാണ് ഐഡൻറ്റിഫയേഴ്സ്. പിന്നെ റൂൾസ് ഫോർ ഡിഫൈനിങ് ഐഡൻറ്റിഫയേഴ്സ്, അത് കുറച്ച് റൂൾസാണ് ഐഡൻറ്റിഫയേഴ്സ്. നമുക്ക് എങ്ങനെയൊക്കെ അത് കൊടുക്കാം. അത് റൂൾസ് പാലിച്ചില്ലെങ്കിൽ എറർ ഉണ്ടാവും. നമ്മൾ ഓൾ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ക്യാപിറ്റൽ ലെറ്റർ A to Z, സ്മോൾ ലെറ്റർ A to Z, നമ്പേഴ്സും യൂസ് ചെയ്യാൻ പറ്റും, ഡോളർസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് മാത്രം അണ്ടർസ്കോർ യൂസ് ചെയ്യാം. നമ്പർ വെച്ച് ഒരിക്കലും നമുക്ക് ഇത് ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം 1 2 3 ഇവിടെ തന്നെ എക്സാമ്പിൾ നോക്കാം. 1 2 3 ജാവ, അതൊരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ജാവ ഐഡൻറ്റിഫയർ അല്ല. ജാവ ഐഡൻറ്റിഫയർ കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്യാപിറ്റലൊക്കെ ഇല്ലേ, ക്യാപിറ്റൽ ക്യാപ്സ് ലോക്കൊക്കെ, അത് ഇപ്പം നമ്മളിപ്പം മണ്ടയ്ക്ക് ഇന്ത്യയെ ഇപ്പം സ്മോൾ ലെറ്റർ കൊടുത്തെന്ന് വിചാരിക്കും. അത് താഴെ നമ്മൾ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തെങ്കിൽ അത് എറർ കാണിക്കും, പ്രോഗ്രാമിൽ എറർ കാണിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത കോൺസ്റ്റൻസ് നമുക്ക് ഒരു പ്രോഗ്രാമിൽ കൊടുക്കേണ്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ജാവ പ്രോഗ്രാമിൽ നമുക്കിപ്പം ആ വാല്യൂ മാറാൻ പാടില്ല പ്രോഗ്രാം ഉടനീളം. ഇപ്പം ഇതിനകത്തൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഫ്ലോട്ട്, ഫൈനൽ എന്ന് പറയുന്ന സാധനം നമ്മൾ കോൺസ്റ്റൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു കീവേഡാണ് ഫൈനൽ. ഫ്ലോട്ട് നമുക്കറിയാം, ഫ്ലോട്ട് മറ്റേ പോയിൻ്റ്, ഡെസിമൽ പോയിൻറ്റ്സിനൊക്കെ കൊടുക്കുന്ന കീവേഡാണ് ഫ്ലോട്ട്. എന്നിട്ട് പൈ നമുക്ക് ഐഡൻറ്റിഫയർ ഇഷ്ടമുള്ള കൊടുക്കാം. പൈയോ എയോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പൈ = 3.14. പൈയുടെ വാല്യൂ 3.14 ആണെന്ന് നമുക്ക് അറിയാം. ആ വാല്യൂ നമുക്ക് പ്രോഗ്രാം ഉടനീളം അങ്ങനെ തന്നെ വേണം. അതിനെയാണ് നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കോൺസ്റ്റൻറ്റ് വാല്യൂവിന് കൊടുക്കുന്ന ചില വേർഡ്സിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഓപ്പറേറ്റേഴ്സ് നല്ല സിമ്പിളാണ്. അത് നമുക്കറിയാം, പണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച കുട്ടികളാണ് അറിയാം. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക്, റിലേഷണൽ, ബിറ്റ് വൈസ്, ലോജിക്കൽ, അസൈൻമെൻറ്റ്. ഓപ്പറേഷൻ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഓപ്പറേഷൻസ്, ജാവ ലാംഗ്വേജിൽ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സാണെന്ന് ആദ്യം നോക്കാം. ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൽ പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ്. അത് മോഡുലസ് എന്നൊക്കെ പറയും. അത് റിമൈൻഡർ കണ്ടുപിടിക്കാനാണ്. പിന്നെ അഡീഷൻ നമുക്കറിയാം A+B, അത് അഡീഷൻ. പിന്നെ അത് കോൺകാറ്റിനേഷൻ യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺകാറ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു വാക്ക്, ഇപ്പം ഗുഡ് മോർണിംഗ് എന്നൊരു വാക്ക് എടുക്കുക. അത് ഇപ്പം A = ഗുഡ്, B = മോർണിംഗ് എന്ന് വിചാരിക്കാം. ഇപ്പം A+B എന്ന് കൊടുത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒറ്റ ലൈനിൽ ഗുഡ് മോർണിംഗ് എന്ന് പ്രിൻ്റ് ചെയ്യും. അതിനാണ് കോൺകാറ്റിനേഷൻ. അപ്പം A+B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാറിന് സ്ട്രിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ A+B ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുമ്പം മണ്ടയ്ക്ക് ഗുഡ്, താഴെ മോർണിംഗ്, അങ്ങനെ വരും. കോൺകാറ്റിനേഷൻ അങ്ങനെ അതിനാണ് കൊടുക്കുന്നത്, അത് കൂട്ടി യോജിപ്പിക്കാൻ. അടുത്തത് മൈനസ്, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ. A - B = റിസൾട്ട് C. പിന്നെ സ്റ്റാർ, മൾട്ടിപ്ലിക്കേഷൻ, അറിയാം, A*B = C. പിന്നെ ഡിവിഷൻ, A/B = C. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻ ഓപ്പറേഷൻ നമുക്കറിയാം. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു. അത് A = നമ്മൾ A ഈക്വൽ ടു അല്ല കേട്ടോ, ഇവിടുത്തെ ഒരു മിസ്റ്റേക്കാണ്. A ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ. അസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം A = 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ Aക്കകത്തോട്ട് 10 എന്ന വാല്യൂ കൊടുത്തു. ഇപ്പം ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതിവിടെ 2 ഈക്വൽ ടു സൈൻ വരും. ഇത് ഒരു മിസ്റ്റേക്കാണ്, സോറി. ഇവിടെ കൊടുത്തേക്കുന്നത് ഈക്വൽ ടു 2 ഈക്വൽ ടു വരും. A = B.
അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാനാണ് എ ഈക്വൽ ടു ബി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു ബി, എയും ബിയും ഈക്വൽ അല്ല എന്ന് കാണിക്കണം. അതിനാണ് എ ഈക്വൽ ടു ബി. അടുത്തത് ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ബി, ബിയെക്കാട്ടിലും ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യും. അടുത്ത ഗ്രേറ്റർ ആർ ഈക്വൽ ടു ബി, അത് എ ഗ്രേറ്റർ ദാൻ ആണോ ഈക്വൽ ടു ആണോ രണ്ടും ചെക്ക് ചെയ്യും. പിന്നെ ലെസ് ദാൻ ബി, പിന്നെ ലെസ് ദാൻ ഈക്വൽ ടു നമുക്കറിയാമല്ലോ. അടുത്തത് ബിറ്റ് വൈസ് ഓപ്പറേഷൻ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓറിന് പകരം നമുക്ക് എക്സ് ഓർ എന്നും പറയാം. ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ്, ബിറ്റ് വൈസ് ഷിഫ്റ്റ് ലെഫ്റ്റ്, ബിറ്റ് വൈസ് ഷിഫ്റ്റ് റൈറ്റ്, അത് നമുക്ക് ഷിഫ്റ്റ് റൈറ്റ് 0 ഫിൽ, അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിറ്റ് വൈസ് ആൻഡ് ഇപ്പം എ ഈക്വൽ ടു 5, ആ ബൈനറി 0 1 0 1, ബി ഈക്വൽ ടു 7 0 1 1 1. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുകയാണ്. ഇത് നമുക്ക് തിയറി ആയിട്ടൊന്നും പഠിക്കണം, ഇങ്ങനെ പ്രോബ്ലമായിട്ടൊക്കെ ചോദിക്കാറുള്ളൂ സാധാരണ. ഇപ്പം 1 and 1 ഈക്വൽ ടു 1, 0 and 1 0, 1 and 1 1. ഇപ്പം രണ്ടിടത്ത് ട്രൂ വരികയാണെങ്കിൽ ട്രൂ വരും. രണ്ടിടത്ത് ഫോൾസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഫോൾസ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഫോൾസ് ട്രൂ അങ്ങനെ വരുവാണെങ്കിലും ഫോൾസ് വരും. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ആൻഡിൽ, ബിറ്റ് വൈസ് ആൻഡിൽ. അതുപോലെ തന്നെ ബിറ്റ് വൈസ് ഓറിൽ എ ഈക്വൽ ടു 5, അതിൻ്റെ ബൈനറി 0 1 0 1, 7 0 1 1 1. അതിൽ 1 or 1 എന്ന് പറയുമ്പോൾ 1 വരും, 0 or 1 എന്ന് പറയുമ്പോൾ 1 വരും. അവിടെ ഫോൾസ് രണ്ടിടത്തും വന്നു കഴിഞ്ഞാൽ ഫോൾസ് വരത്തുള്ളൂ. ഫോൾസ് പിന്നെയും ഫോൾസ് വരുവാണെങ്കിൽ റിസൾട്ട് ഫോൾസ് വരും. ഇവിടത്ത് മാത്രം ഫോൾസ് വരുവാണെങ്കിൽ പറ്റത്തില്ല. അടുത്തത് ബിറ്റ് വൈസ് എക്സ് ഓർ വരുമ്പം രണ്ടിടത്ത് ട്രൂ വന്നു എന്ന് വിചാരിക്കുക, അവിടെ അപ്പം ഫോൾസ് വരും, റിസൾട്ടിൽ ഫോൾസ് വരും. രണ്ടിടത്ത് ട്രൂ വരുവാണെങ്കിൽ ഫോൾസ് വരും, രണ്ടിടത്ത് ഫോൾസ് വരുവാണെങ്കിൽ പക്ഷേ ട്രൂ വരത്തില്ല, ഫോൾസ് വരും. അത് നമുക്കറിയാം. പിന്നെ അത് ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ ബൈനറി ഇപ്പം 0 1 0 1 വിചാരിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 1 0 1 0, ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ്. അടുത്തത് ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേറ്ററും റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും. ഇത് നമുക്ക് സിലബസിൽ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്, എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ അതിൻ്റെ ബൈനറി എഴുതുക. 16 ബിറ്റിൽ ഇപ്പം ബൈനറി എഴുതാൻ പറ്റുള്ളൂ. എ ബി ഈക്വൽ ടു -10. ഇപ്പം എ ഷിഫ്റ്റ് 1 എന്ന് പറയുമ്പം 10 വരും, പോസിറ്റീവ് 10 വരും, ബിയുടെ വാല്യൂ പോസിറ്റീവ് ആവും. എ ലെഫ്റ്റ് ഷിഫ്റ്റ് 2 എന്ന് പറയുമ്പം 20 വരും, 10 × 2 20. ബി ലെഫ്റ്റ് ഷിഫ്റ്റ് 1 എന്ന് പറയുമ്പം -20 ആവും, ആ ഡിഗ്രി മാറും. ബി ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ×2 ആവും, -20 × 2 ആവും. മനസ്സിലായോ? പിന്നെ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ്. അടുത്തത് റൈറ്റ് ഷിഫ്റ്റ് 0 ഫിൽ, അതായത് ഇപ്പം എ ഈക്വൽ ടു 10 ആണെന്ന് വിചാരിക്കുക. എ റൈറ്റ് ഷിഫ്റ്റ് 1 എന്ന് പറയുമ്പോൾ 10നെ ഡിവൈഡ് ചെയ്യും, പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ 5 വരും. പിന്നെ എ ഈക്വൽ ടു -10, എ ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് 0 എന്ന് വരുമ്പം അതിൻ്റെ ബൈനറി എഴുതുക. പക്ഷേ അതിൻ്റെ സൈൻ ബിറ്റ് ശരിയാവത്തില്ല, അത് എറർന്ന് കാണിക്കും. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ആൻഡ് ലോജിക്കൽ നോട്ട്. അത് തന്നെയാണ് നേരത്തെ നമ്മൾ ബിറ്റ് വൈസിലും ഏതാണ്ടൊക്കെ സെയിം ആണെന്ന് പറയും. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററിൽ ഫോൾസ് വരുവാണെങ്കിൽ ഫോൾസ് വരും, നമുക്കറിയാം. ഫോൾസ് ട്രൂ വരുവാണെങ്കിൽ ഫോൾസ് വരും. രണ്ടിടത്ത് ട്രൂ വരുവാണെങ്കിൽ മാത്രമേ ലോജിക്കൽ ആൻഡിൽ ട്രൂ വരത്തുള്ളൂ. ഇത് ട്രൂവും ഫോൾസും ഒന്നും അല്ല കേട്ടോ, ശരിക്കും ബൈനറി നമ്പറാണ് ഇതിൽ വരുന്നത്. അതുപോലെ ലോജിക്കൽ ഓർ ഫോൾസ്, അത് രണ്ടിടത്തും ഫോൾസ് വരുവാണെങ്കിൽ മാത്രമേ ഫോൾസ് വരത്തുള്ളൂ. ഒരിടത്ത് മാത്രം ഫോൾസ് വരുവാണെങ്കിൽ ഫോൾസ് വരും. അത് ഫോൾസിൻ്റെ അവിടെ 0, ട്രൂവിൻ്റെ അവിടെ 1. പിന്നെ ലോജിക്കൽ നോട്ട്, അത് നമ്മൾ കോംപ്ലിമെൻറ്റ് പറഞ്ഞല്ലോ, അത് നേരെ ഓപ്പോസിറ്റ്. ഫോൾസ് വരുവാണെങ്കിൽ ട്രൂ വരുവാണെങ്കിൽ ഫോൾസ്. അടുത്ത അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. A ഈക്വൽ ടു ബി,
എ പ്ലസ് ഈക്വൽ ടു ബി, എ പ്ലസ് ബി ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് ബി, ഷോർട്ട് ഫോം ആക്കി ഇടുന്നതാണ്. എ മൈനസ് ഈക്വൽ ടു മൈനസ് ബി, എ ഈക്വൽ ടു എ മൈനസ് ബി ആണ് കേട്ടോ, ഇവിടെ തെറ്റാണ്, മൂന്നാമത്തെ കോളം റോ, എ ഈക്വൽ ടു എ മൈനസ് ബി എന്നാണ് വരുന്നത്. പിന്നെ എ സ്റ്റാർ, എ ഈക്വൽ ടു എ സ്റ്റാർ ബി, എല്ലാം സെയിം. അടുത്തത് സ്പെഷ്യൽ സിമ്പിൾസ്. സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് പ്രോഗ്രാമിനെ ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി അതിനാണ് സ്പെഷ്യൽ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. \t ഇൻസ്റ്റഡ് ടാബ് ഇൻ ടെക്സ്റ്റ്. ടാബ് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇടുക, രണ്ട്, ഇപ്പോൾ നമ്മുടെ ഒരു വേർഡ് കഴിഞ്ഞ് ഗ്യാപ്പ് ഇടത്തില്ല, അതുപോലെയാണ് ആ ഒരു ഗ്യാപ്പ് ഇടാൻ വേണ്ടി. പിന്നെ ബാക്ക് സ്പേസിങ്സ്, ഒരു സ്പേസ് ബാക്കിലോട്ട് പോകും. പിന്നെ #n ന്യൂ ലൈൻ, ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ക്യാരി റിട്ടേൺ, അതായത് ടെക്സ്റ്റ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ F ഫ്രം ഫീഡ് ഇൻ ദ ടെക്സ്റ്റ്, അത് നെക്സ്റ്റ് ഒരു ലൈനിൻ്റെ ഒരു ടാബ് വിടും, അതിനാണ് F. പിന്നെ ഇൻസേർട്ട് സിംഗിൾ കോട്ട് ഇടാൻ വേണ്ടി സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട് ഇടാൻ വേണ്ടി ഡബിൾ കോട്ട്. പിന്നെ അത് 2 ഇടുവാണെങ്കിൽ നമുക്ക് കമൻറ്റ് ഉപയോഗിച്ച് യൂസ് ചെയ്യാം, അതിനാണ് 2 അടുത്തത് സെപ്പറേറ്റേഴ്സ്. പാരാന്തസിസ് നമുക്ക് വാല്യൂസിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയും അതിനൊക്കെയാണ് പാരാന്തസിസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രേസസ് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ബ്രേസ് വെച്ച് നമുക്ക് സ്പേസ് ഇടാം. ബ്രേസസ് ആണ് നമ്മുടെ പ്രോഗ്രാമിൽ മെയിൻ. പിന്നെ ബ്രാക്കറ്റ്സും ഇത് പാരാന്തസിസ് ഏറെക്കുറെ ഒരുപോലെയാണ്. അതുപോലെ തന്നെ സെമിക്കോളൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ്, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് സെമിക്കോളൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കോമ, നമുക്കറിയാം കോമ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകാൻ. പിന്നെ പീരീഡ്, കോളം. അടുത്തത് hope you guys enjoyed my presentation. ഇത് നമുക്കറിയാം ഇച്ചിരി എളുപ്പമായ ടോപ്പിക്കാണിത്, വായിച്ചു നോക്കുക. താങ്ക് യു.